സമ്മാനമാണിത്. ശന്തനു മഹാരാജാവിന്റെ സിംഹാസനം. അർഹതയില്ലാതെ ആരിരുന്നാലും തല പൊട്ടിച്ചെതറി മരിക്കും. ശന്തനുവിന്റെ ശാപം. പാണ്ഡവർക്ക് വേണ്ടി ദൂതുമായെത്തുന്ന ഭഗവാന് നാം ഒരുക്കുന്ന സമ്മാനം ശിരസു തകരുന്ന മരണം. 12 കള്ളച്ചൂതിൽ പാണ്ഡവർക്ക് നാം ഒരുക്കിയത് വനവാസവും അജ്ഞാതവാസവുമാണെങ്കിൽ സാക്ഷാൽ ഭഗവാനായി നാം ഒരുക്കുന്നത് മരണം തന്നെ ആയിക്കോട്ടെ. ഭഗവാൻ കൂടെയില്ലാത്ത പാണ്ഡവർക്ക് ഹസ്തിനപുരിയും ഇന്ദ്രപ്രസ്ഥവും ഒക്കെ വെറും സ്വപ്നങ്ങൾ മാത്രമായിരിക്കും. ഒരിക്കലും ലഭ്യമാകാത്ത സ്വപ്നങ്ങൾ. നമുക്ക് ശേഷം ഹസ്തിനപുരിയുടെ സിംഹാസനത്തിൽ ഇരിക്കേണ്ടത് അവനാ, ദുര്യോധനൻ, നമ്മുടെ പുത്രൻ. മഹാരാജൻ, മുൻ നിശ്ചയപ്രകാരം മധുരാധിപനായ ഭഗവാൻ കൃഷ്ണൻ ദർശനത്തിനായി എത്തിയിരിക്കുന്നു. ഭഗവത് ദർശനം ജന്മപുണ്യം. നമുക്ക് നേരിട്ട് അദ്ദേഹത്തെ കൂട്ടിവരാം. ഒരുക്കങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ ചെയ്തോളൂ. വരുന്നത് ഭഗവാനാ, സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ. ഹസ്തിനപുരിയുടെ സിംഹാസനം അത് നമ്മുടെ സഹോദരീ പുത്രന്മാർക്കുള്ളതാ. ഷണ്ഡനായ പാണ്ഡുപുത്രന്മാർക്ക് ശിഷ്ടകാലം വനവാസം. ആദി ശകുനിയുടെ തീരുമാനമാണ്. മഹാരാജന് ഹസ്തിനപുരിയിലേക്ക് സ്വാഗതം. ഭഗവാൻ ഇന്ന് ഞങ്ങളുടെ അതിഥിയാണ്. അതിഥിയെ ദേവനായി വാഴിക്കണമെന്ന് അങ്ങ് തന്നെയല്ലേ പറയാറ്? ദയവായി സിംഹാസനത്തിൽ ആസനസ്ഥനായാലും. പ്രസന്നമായിരുന്ന ശകുനിയുടെ മുഖം വാടിയിരിക്കുന്നു. എന്തുപറ്റി? ഒന്നുമില്ല. ഒക്കെയും അങ്ങയുടെ തോന്നലുകളാണ്. തോന്നലുകൾ ഉണ്ടാക്കുന്നത് മനുഷ്യ മനസ്സുകളിലല്ലേ? ഭഗവാന്റെ ആഗമന ഉദ്ദേശം അറിയിച്ചില്ല. എല്ലാം നിങ്ങൾക്കറിയുന്നത് തന്നെ. അർദ്ധരാജ്യത്തിന് അവകാശികളായ പാണ്ഡവരുടെ ഇന്നത്തെ അവസ്ഥ ചോരയ, രക്തബന്ധം. അർഹതപ്പെട്ട അർദ്ധരാജ്യം കൊടുത്ത് ഒപ്പം നിർത്തിയാൽ ദേവാസുര വൃന്ദം ഒന്നാകെ വന്നാലും തോൽപ്പിക്കാൻ കഴിയില്ല ആർക്കും. കൊടുത്തില്ലെങ്കിലോ? പാതിരാജ്യം പാണ്ഡവർക്ക് അവകാശപ്പെട്ടതാണ്. ഭഗവാൻ ക്ഷമിക്കണം. ഹസ്തിനപുരിയുടെ മഹാരാജൻ ധൃതരാഷ്ട്രനാണ്. അവകാശികൾ നമ്മുടെ മക്കളും. അതേ അവകാശമുള്ള പാണ്ഡുവിന്റെ മക്കളാണവർ. എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ് ധർമ്മപുത്രർ. അർദ്ധരാജ്യമല്ല, 5 ദേശങ്ങളെങ്കിലും നൽകി നമുക്കവരെ ഹസ്തിനപുരിയിലേക്ക് ക്ഷണിക്കാം. ഓർക്കണം, ഈ മാതാപിതാക്കൾക്ക് മക്കളാണവർ. കൊട്ടാരത്തിന്റെ സുഖലോലുപതയിൽ ദുര്യോധനനും സഹോദരങ്ങളും ഉറങ്ങുമ്പോൾ കാടിന്റെ വന്യതയിൽ പാറക്കെട്ടുകൾ കിടപ്പാടമാക്കുകയാണവർ പാണ്ഡവർ. അതേ കാട്ടിൽ
തന്നെ അവരുടെ പട്ടട ഒരുക്കണം. അതാ ഞങ്ങളുടെ തീരുമാനം. തകരണം പാണ്ഡവകുലം ഒന്നാകെ. തകർച്ചയുടെയും വീഴ്ചയുടെയും ഒക്കെ സമയം ഈ മാധവന്റെ മനസ്സിൽ കുറിച്ചതാ പണ്ടേ തന്നെ. 5 ദേശങ്ങളെന്നല്ല, 5 ഗ്രാമങ്ങളോ 5 വീടുകളോ എന്തിന് കാലുകുത്താൻ ഒരു ഇത്തിരി മണ്ണ് പോലും തരില്ലാന്ന് അറിയിച്ചേക്ക് മാധവ. തീരുമാനം അദ്ദേഹത്തിൻ്റെതാ. ഹസ്തിനപുരിയുടെ സിംഹാസനത്തിന്റെ അവകാശി ദുര്യോധനന്റെ തീരുമാനം. മനസ്സിൽ പകയുടെ ആഴിയൊരുക്കി കണ്ണുകളിൽ കനലുമായി ഒരു സ്ത്രീയുണ്ട് വനത്തിൽ. ദ്രൗപദി, നമ്മുടെ അർദ്ധ സഹോദരി. പിന്നെ കൺമുൻപിൽ പ്രിയപത്നി അപമാനിക്കപ്പെടുന്നത് കണ്ടിട്ടും പ്രതികരിക്കാൻ കഴിയാതെ കുനിഞ്ഞ ശിരസോടെ കൊട്ടാരത്തിന്റെ പടിയിറങ്ങിയ ഭീമസേനൻ, വായുപുത്രൻ. കൊടുങ്കാറ്റായി അവനൊന്ന് വീശിയടിച്ചാൽ പാറിപ്പോകും അധികാരത്തിനായി കാത്തിരിക്കുന്ന മക്കൾ 100 പേരും. ഭീമസേനൻ എന്ന കൊടുങ്കാറ്റിനെ തടയാൻ അന്ധനായ ധൃതരാഷ്ട്രർ മതിയാവില്ലേ ചക്രപാണി? ഇത് ധർമ്മത്തിനു വേണ്ടിയുള്ള പോരാട്ടമാണ് മഹാരാജൻ. ധർമ്മ സംസ്ഥാപനത്തിനായി അവതാരങ്ങൾ ജന്മം കൊള്ളുമ്പോൾ അധർമ്മത്തിന് ജയിക്കാൻ കഴിയില്ല, ഒരിക്കലും. നമുക്കറിയില്ല മാധവ. നമ്മുടെ ശരികൾ നമ്മുടെ മക്കളാണ്. അവർ പറയുന്നതാണ് ഹസ്തിനപുരിയുടെ നീതിയും ധർമ്മവും. അന്ധമായ പുത്രസ്നേഹം സൃഷ്ടിക്കുന്നത് ഭയാനകമായ വിനാശമായിരിക്കും മഹാരാജൻ. ഭഗവാൻ മധുരാധിപൻ കോപിഷ്ഠനാണെന്ന് തോന്നുന്നു. ശാന്തനായാലും. നാം ശാന്തനാണ്, പക്ഷേ അത് കൊടുങ്കാറ്റിനു മുമ്പുള്ള ശാന്തത ആകാതിരിക്കാൻ പ്രാർത്ഥിച്ചോളൂ. മനസ്സിലായില്ല. മനസ്സിലാകില്ല. അന്ധനായ ഭർത്താവിന് കാഴ്ചയും മക്കൾക്ക് മാർഗവുമാകേണ്ട കാലത്ത് കണ്ണുകൾ കെട്ടിയടച്ച ദേവി സ്വയം